ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2024 അനുസരിച്ച് ന്യൂസിലാൻഡ് വേൾഡിലെ ഫോർത്ത് സേഫസ്റ്റ് കൺട്രിയാണ്. പെർഫെക്റ്റ് അല്ലെങ്കിലും സേഫ് എന്നറിയുന്നത് ഒരു പ്രൈസ്ലെസ് ആയിട്ടുള്ള ഫീലിംഗ് അല്ലേ. ഹലോ, ഞാൻ അശ്വതി ഫ്രം ആലപ്പുഴ ടു കിവിലാൻഡ്. സോ ഇവിടെ ഇപ്പോൾ വിൻ്റർ ആണ് കേട്ടോ. വിൻ്ററിൻ്റെ സമയത്ത് നമ്മളൊരു ജോലി കഴിഞ്ഞ് വീട്ടിൽ എത്തുമ്പോൾ തന്നെ ഒരു 5-5:30 ആകുമ്പോൾ തന്നെ ഇരുട്ടും. അപ്പോൾ ഇരുട്ടി കഴിഞ്ഞ് നമുക്ക് പുറത്തൊരു ജോഗിങ്ങിന് വേണ്ടിയോ വാക്കിങ്ങിന് വേണ്ടിയോ ഇല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയോ നമുക്ക് ആരെയും അക്കമ്പനി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റയ്ക്കാണെങ്കിലും പോകാം കേട്ടോ. അത് ഇവിടെ വിൻ്ററിൻ്റെ സമയത്ത് ഓറഞ്ച് സീസണാണ്. എന്ത് രസമുണ്ടല്ലോ ഓറഞ്ച് ഇങ്ങനെ കാണാൻ. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ തന്നെയും നമ്മൾ വൈകുന്നേരം കുറച്ച് വർക്ക് കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ചെയ്തിട്ടല്ലേ നമുക്കൊന്ന് പുറത്തോട്ടൊക്കെ പോകാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ഞാൻ പുറത്ത് വാക്കിങ്ങിനും പോകാനോ ജോഗിങ്ങിന് പോകാനോ ഇറങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് ഇരുട്ടും. അപ്പം ഞാനിവിടെ വന്നിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 10 years ടൈം ആയി കേട്ടോ. അപ്പം ഇവിടെ ഇതുവരെയായിട്ട് എനിക്കൊരു അൺസേഫ് ആയിട്ടുള്ളൊരു ഫീലിംഗ് തോന്നിയിട്ടേ ഇല്ല. ഏത് സമയത്ത് നമ്മൾ ഇറങ്ങിപ്പോയാലും നമുക്കൊരു ആരും നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നതായിട്ടോ ഒന്നും നമുക്ക് എനിക്ക് തോന്നിയില്ല. എന്നാൽ ക്രൈം ഉണ്ട്, ക്രൈം ഇല്ലാത്ത കൺട്രി ഇല്ലല്ലോ. പക്ഷേ നമ്മുടെ നാടിനെ കമ്പയർ ചെയ്യുമ്പം ക്രൈം റേറ്റ് ഒരുപാട് ലോ ആണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ നാട്ടിലാവുമ്പം എനിക്കിപ്പോൾ പുറത്ത് പോകണമെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ തന്നെ നമ്മളിപ്പം നമ്മൾ ആരെങ്കിലും നമ്മുടെ ചേട്ടന്മാരെയോ പപ്പയോ ആരെങ്കിലും അക്കമ്പനി ചെയ്തിട്ടല്ലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു അൺസേഫ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. ഇപ്പം നമുക്ക് ബസ്സിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊരു അൺസേഫ് ഫീലിംഗ് ഉണ്ട്. പക്ഷേ എനിക്കത് ഇവിടെ വന്നിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ രാത്രിയിൽ ഒറ്റയ്ക്ക് ബസ്സിലാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു അൺസേഫ് ഫീലിംഗ് തോന്നത്തില്ല. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുമ്പോഴേ ഇതുപോലെ ഒരു ബട്ടൺ ഉണ്ട് കേട്ടോ, അത് ക്ലിക്ക് ചെയ്യണേ. അപ്പം ഇവിടെ ഇപ്പോൾ റെഡായിട്ട് കാണുവാണല്ലോ, ഒരു റെഡ് ടൈനി മാൻ ആണ്. എൻ്റെ ഫോൺ അത്ര ക്ലിയർ അല്ല. അതായത് ഇപ്പം ഗ്രീൻ ആകുമ്പോൾ നമ്മൾ റോഡ് ക്രോസ് ചെയ്യണം. അപ്പം ഇവിടെ വാക്കിംഗ് ഇല്ലീഗലാണ് കേട്ടോ. അതായത് നമ്മളൊരു ബിസി റോഡ് വഴി ഇങ്ങനെ ഓടി നമ്മൾ റോഡൊക്കെ കിടക്കാറില്ലേ നാട്ടിൽ, വണ്ടി വരുന്നില്ല നമുക്ക് ഓടി കിടക്കാമെന്നൊക്കെ, അത് ഇല്ലീഗലാണ്. എന്ന് വെച്ചാൽ ഇതിപ്പം ഇവിടെ കടക്കാൻ പറ്റത്തില്ലെന്നല്ല കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു ബിസി ആയിട്ടില്ലാത്തൊരു റോഡാണ്, റെസിഡൻഷ്യൽ ഉള്ള ഏരിയ ആണ്. ഇവിടെ വണ്ടിയുടെ ഫ്രീക്വൻസി കുറവാണ്. അപ്പം നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു ബിസി റോഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ട്രാഫിക്കിനെയും എല്ലാത്തിനെയും നമ്മളൊരു ഹിൻഡർ ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു മൊത്തത്തിലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു ഫ്രീഡം ഉള്ള ഒരു കൺട്രി, നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നൊരു കൺട്രിയാണ്. അപ്പം നിങ്ങൾക്ക് ന്യൂസിലാൻഡിലോട്ട് വരാൻ തോന്നുന്നുണ്ടോ എന്ന് കോമൻറ്റ് ചെയ്യണേ. എന്താണ് ന്യൂസിലാൻഡും ഇന്ത്യയുമായിട്ടുള്ള കമ്പാരിസൺ ഇനിയും വേണ്ടതെന്ന് എന്നോട് കോമൻസിൽ പറയണം കേട്ടോ. താങ്ക് യു. ഗുഡ് നൈറ്റ്.